ശ്രീ പി സി ജോർജ്, വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗസറ്റഡ് ഓഫീസർമാരും പ്രൊഫസർമാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അടക്കം 1458 പേർ സാമൂഹ്യനീതി പെൻഷൻ കൈപ്പറ്റുന്നു. അത് ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പ്രതികരണം? എന്താ പറയാൻ, ഇത് അത്ഭുതമൊന്നുമില്ല. കേരളത്തിൽ ഇത് കൂടുതൽ നടക്കും. കാരണം അതായത് അപ്പൻ മോശമാപ്പിന്റെ മക്കൾ നന്നാവൂ. ഇത് കേരളത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അപജയമല്ലേ ഇത്? കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കുക. രണ്ടും കാട്ടുകള്ളന്മാരാണ്. അതുകൊണ്ടായി നടക്കുന്നത്. അല്ലെങ്കിൽ നടക്കുക എവിടെങ്കിലും 1500 പേര് പെൻഷൻ അനധികൃതമായി മേടിക്കുക എന്ന് പറഞ്ഞ സാമൂഹ്യ പെൻഷൻ ആലോചിച്ച് അതിന് ഏറ്റവും കൂടുതൽ എവിടെ നിന്ന് കണ്ടോ? ആരോഗ്യവകുപ്പിലാണ്. രണ്ടാമതാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞാണ് പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ വരുന്നത്, ധനകാര്യ വകുപ്പിലൊക്കെ വരുന്നത്. അപ്പം കാട്ടുകള്ളന്മാര് എങ്ങനെ ആരോഗ്യവകുപ്പിന് ആരോഗ്യ എവിടെയെങ്കിലും ആശുപത്രി ഡോക്ടറുണ്ടോ? നേഴ്സുമാരുണ്ടോ? മരുന്നില്ലാത്ത ആശുപത്രികൾ. ഇത്രയും നാണം കെട്ട ഒരു സാഹചര്യം ഉണ്ടാകാനുണ്ടോ? അപ്പോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പറ്റി ഇതുപോലെ കൊള്ളയടിക്കപ്പെടുക എന്ന് കേരള സംസ്ഥാനത്തെ ഖജനാവിൽ പാവപ്പെട്ട ജനം കൊടുക്കുന്ന നികുതിപ്പണം ഇതുപോലെ കൊള്ളയടിക്കാൻ അവസരം കൊണ്ടു കൊടുക്കുന്ന ഭരണാധികാരികൾ എവിടെ പോയി മറുപടി പറയും? ആ മറുപടി പറയണ്ടല്ലോ, ഞങ്ങൾ അവരുണ്ടായിട്ടെന്ന് പറഞ്ഞ് പോയാൽ പോരെ. ഇലക്ഷൻ വരുമ്പോൾ ഒരു കിറ്റ് കൊണ്ട് കൊടുക്കുക, ആ കിറ്റിന്റെ അടുത്ത് വോട്ട് ചെയ്യുന്ന പാവപ്പെട്ട മഠയന്മാരായ എന്നെപ്പോലുള്ള കുറെ പൗരന്മാർ. അതാണ് ഇവിടുത്തെ അപകടം. ഈ അപകടം മാറാൻ നമ്മൾ ചിന്തിക്കുന്ന പൗരനുണ്ടാകണം. അടുത്ത തലമുറയെങ്കിലും ചിന്തിക്കണം. ഇത് ശരിയല്ല. കിറ്റ് ഒരു കിലോ അരി തന്നാൽ ഞാൻ വോട്ട് ചെയ്യുന്നുള്ള സ്വഭാവം കൈക്കൂലിയാവത്. ഒരിക്കലും കിറ്റ് മേടിക്കരുതെന്ന് തീരുമാനമെടുക്കണം. എന്നിട്ട് നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്യാനുള്ള മാനസികം ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ എത്ര ലക്ഷം കോടി രൂപയുടെ കൊള്ളയാ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ. മന്ത്രിമാരുടെ കൊള്ള എത്രയാ? ഏതെങ്കിലും മന്ത്രിമാരെ മനുഷ്യനെ അറിയുമോ? ആകെപ്പെട്ട രാജ്യം റവന്യൂ മന്ത്രി പറയും അയാൾ കക്കാലെന്നാ കേട്ടത്, ബാക്കി എല്ലാം കള്ളന്മാരാന്നാ കേട്ടത്. എന്ത് കഷ്ടകാലം! മുഖ്യമന്ത്രിയുടെ മുഴുവൻ കൊടുക്കുന്നത്, മുഖ്യമന്ത്രികളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നന്നാക്കാനായത് ഏതായാലും വളരെ ഗതികേട്. ഈ മേഖലയെ പോലും ഇത്രമാത്രം കൊള്ള നടക്കുന്നുവെന്ന് സമൂഹം അറിയുന്നു എന്ന് തന്നെ എത്രയോ അപമാനമാണ് കേരള സംസ്ഥാനത്തിന്. ലോകത്തിന് മുമ്പിൽ നമ്മൾ കേരളം മലയാളി എന്നതിന് തലകുലിച്ച് ഇങ്ങനെ വരുന്ന എൻ്റെ അഭിപ്രായം. പി സി ജോർജ്, വലിയ തുക മാസാമാസം പെൻഷൻ ശമ്പളമായി വാങ്ങുന്നവരാണ് ഇവരിലധികം പേരും എന്നോർക്കണം. അവിടെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി ഞങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് അവർ തീരുമാനിക്കുന്നത്. ഇതിൽ പാളിച്ച എവിടെയാകും? പാളിച്ച ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയമില്ല എന്നതാണ്. എന്നെ ഒന്നും ചെയ്യാനില്ല എന്ന ചിന്ത ഇവന്റെ മനസ്സിലൊക്കെ വളർത്തിക്കൊണ്ട് വന്നതിന് ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ്. ഇത് ഒരു പൈസ ഇല്ലാതെ അവരുടെ കുടുംബം ജപ്തി ചെയ്ത് തിരിച്ചു പിടിക്കണം. പവറിന്റെ പണമായി ഇത് തിരിച്ചു പിടിക്കാനുള്ള നടപടി ശക്തമായിട്ട് ഉണ്ടാകണം. നോക്കിക്കോളൂ, ഉണ്ടാവും നോക്കാം. ഇല്ല ഗവൺമെന്റ് കോടതിയെ സമീപിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആരൊക്കെയാണ് പണം തട്ടിയെടുത്ത് എസറ്റ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയല്ലേ അതെല്ലാം തിരിച്ച് ഖജനാവിലേക്ക് വരുത്തണം. പാവപ്പെട്ട ജനങ്ങളുടെ അല്ല, അവിടെ തീരുമോ? അതിന് നടപടിയാകുന്നു എന്ന് കേൾക്കുന്നു. അതായത് പലിശ സഹിതം ആ പണം തിരിച്ചു വാങ്ങും എന്ന് ധനവകുപ്പ് പറയുന്നതായി മനസ്സിലാക്കുന്നു. പക്ഷെ അതിൽ തീരുമോ? ഇങ്ങനെ സാധാരണക്കാരെ പറ്റിച്ച്, പൊതുസമൂഹത്തെ പറ്റിച്ച്, ഒരു കണക്കിന് സർക്കാരിനെയും പറ്റിച്ച് ഇങ്ങനെ മാസാമാസം പെൻഷൻ പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അവർക്കെതിരെ ഈ പലിശ സഹിതം പണം തിരിച്ചു പിടിച്ചാൽ മാത്രം മതിയോ? പണം തിരിച്ചു പിടിക്കുക ഫസ്റ്റ്. അതോടൊപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് ഇവന്മാർക്കെതിരെ ചീറ്റിങ്ങിന് കേസെടുക്കണം. ഗവൺമെന്റിനെ കളിപ്പിച്ചു, ജനങ്ങളെ കളിപ്പിച്ചു എന്നാൽ ചീറ്റിങ്ങിന് കേസെടുത്തവനെ എല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. ഇവരെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യണം. കുറഞ്ഞത് വേറൊരു പെൻഷനെങ്കിലും കൊടുക്കണം. സസ്പെൻഷൻ ഇവനെല്ലാം സസ്പെൻഡ് ചെയ്യണം. അതിന്റെ മര്യാദ എല്ലാം പെൻഷൻ എല്ലാം എടുക്കുന്നത് സസ്പെൻഷൻ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മുടെ തൂക്കടം കുറഞ്ഞോളും.